പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഞായറാഴ്ച വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ദിനമായിട്ട് മാറട്ടെ. നമ്മളുടെ തൃശ്ശൂർ അതിരൂപതാ ദിനം മെയ് മാസം 20-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അപ്പോൾ അതിനോടനുസരിച്ച് വലിയൊരു പന്തലൊക്കെ കണ്ടശങ്കടവ് സെൻറ്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലുണ്ട്. അപ്പോൾ ആ കൺവെൻഷൻ, അവിടെ ഒരു കൺവെൻഷൻ, ബൈബിൾ കൺവെൻഷൻ ഈ 4 ദിവസങ്ങളിൽ ഇന്ന് അവസാനത്തെ ദിവസമാണ്. ജെറുസലേം ധ്യാന കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട ഡേവിസ് പട്ടത്തച്ഛനാണ് ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. വൈകിട്ട് 5 മണി തുടങ്ങി 9 മണി വരെ കണ്ടശാങ്കടവ് ദേവാലയാങ്കണത്തിൽ പുറത്ത് വെച്ച് ഒരുക്കിയിട്ടുള്ള കൺവെൻഷൻ പന്തലിലാണ് ശുശ്രൂഷകൾ നടക്കുന്നത്. നിങ്ങൾ ഈ ഭാഗത്തുള്ളവരൊക്കെ ആണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകം ആംബിധത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നലെ ശനിയാഴ്ച അച്ഛൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് 75 വയസ്സായ അച്ഛൻ ഇപ്പോഴും വചനം പറയുമ്പോൾ ഒരു തീ, ഒരു അഗ്നി കടന്നു പോകുന്ന ഒരു അനുഭവമാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ഭാഗത്തുള്ളവരാണെങ്കിൽ മോസ്റ്റ് വെൽക്കം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:17. അവിടെ വചനം പറയാണ്, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും. അതായത് ദൈവത്തിൻ്റെ ഹിതം അറിയുന്നത്, ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നത് ദൈവത്തിൻ്റെ റൂഹായാണ്, പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്ത് ചെയ്യും ശരിക്കും പരിശുദ്ധാത്മാവിനോട് ചോദിക്കും. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ റൂഹായാണ്. ചിലപ്പോഴെങ്കിലും നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങളിലൊക്കെ പിന്നെ ആകെ അസ്വസ്ഥത, ബഹളം, കാര്യം, വിഷമം അതൊക്കെ വരുന്നതും ചിലപ്പോഴെങ്കിലും നമ്മൾ വേണ്ട വിധത്തിൽ ഈ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കാതെ അത് നമ്മൾ ഏത് തീരുമാനമാണെങ്കിലും, പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന യുവതീവാക്കന്മാരെ, നിങ്ങളുടെ വിവാഹം, അതുപോലെ തന്നെ ജോലി, ബാക്കിയുള്ള ഓരോ മേഖലകളിലും നമ്മൾ പ്രധാന തീരുമാനങ്ങൾ, എല്ലാ തീരുമാനങ്ങളും പ്രധാന തീരുമാനം പ്രത്യേകിച്ചും പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ. ചില സമയത്ത് ചില മീറ്റിങ്ങുകളൊക്കെ നമ്മൾ ഇരിക്കേണ്ടതായിട്ടൊക്കെ വരും. പക്ഷെ ഉള്ളിൽ നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ. ഞാൻ ചിലപ്പോൾ പ്രിയ സഹോദരങ്ങൾ, എനിക്ക് മുഴുവൻ പരിചയമുള്ള വഴിയിലൂടെ നല്ല ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നയിക്കുന്നത്. ചില കാര്യങ്ങൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എങ്കിലും ചില മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ, അറിവ് നൽകണമേ, വിവേകം നൽകണമേ. എനിക്ക് കാര്യങ്ങൾ അറിയില്ലെങ്കിലും കർത്താവേ എന്നെ കുഴിയിലെടുക്കരുത് കർത്താവേ. അങ്ങനെ പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തും. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം ഒരു അഭിഷേകമായി നമ്മിൽ നിറയട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എന്നേക്കും. ആമേൻ.